മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ ദുരന്ത, വയനാടിന്റെ ദുരന്ത പദ്ധതിയാണ് കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്ക റോഡ്. ഒരു ശാസ്ത്രീയ പഠനമോ ഒരു വിദഗ്ധ പഠനമോ ഒരു മറ്റേതെങ്കിലും പഠനമോ അവിടെ നടന്നിട്ടില്ല. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരാനിരിക്കുന്നത് നമ്മൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അതിഭീകരമായ ദുരന്തങ്ങളുടെ കഥകളായിരിക്കും. വളരെ സംഘടിതമായ റിസോർട്ട് ഭൂമാഫിയക്ക് വേണ്ടിയുള്ളതായ വികസനമാണ്. 2000 കോടി ഉറുപ്പ്യയിൽ 200 കോടി ഉറുപ്പ്യ ചെലവഴിച്ച് വയനാട്ടിലേക്കുള്ള 5 ചുരം റോഡുകൾ ബലപ്പെടുത്തിയാൽ വയനാടിന്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കും, വയനാടിന്റെ വികസനം വരും. പാറന്റെ അടുത്തേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. എത്തുന്നതിന്റെ ഒരു 15 മീറ്റർ ഇപ്പുറം വെച്ചിട്ടാണ് മണ്ണ് കട്ട് ചെയ്ത് നിർത്തിയത് മഴ പെയ്തപ്പോ. അവിടെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഈ റോക്ക് ബ്ലാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്, സ്ഫോടനം നടത്താൻ പാടില്ല എന്നാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ ഒരു സ്വിച്ച് ഞെക്കി ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. വയനാട് കല്ലടിയിൽ ഉണ്ടായ ആ ഒരു മണ്ണൊലിച്ചിലിൽ ഇപ്പോൾ 7 പേരുടെ മൃതദേഹം കിട്ടിയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന തിരച്ചിലായിരുന്നു 7 പേരുടെ മൃതദേഹം കിട്ടിയത്. ഈ പ്രശ്നം നടക്കുമ്പോഴും ചില പ്രതിവാദങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്, അതായത് ഈ മനുഷ്യ നിർമ്മിത അപകടമാണെന്നാണ് ഈ സർക്കാർ പറയുന്നത്. പക്ഷെ ജനവും അല്ലെങ്കിൽ അവിടുത്തെ ഈ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ പണി കഴിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ നിർമ്മിത അപകടമല്ല, ഇത് ഭരണകൂട നിർമ്മിതമായിട്ടുള്ള ഒരു അപകടമാണ് നടന്നത്. സത്യത്തിൽ എന്താണ് ആ ഒരു അപകടത്തിന് പിന്നിലെ കാരണം? ഈ അപകടത്തേക്ക് കാരണം അത് നമുക്ക് ഒറ്റപ്പെട്ട് കാണാൻ പറ്റില്ല. ഈ ടണൽ ഇതുണ്ടല്ലോ, അതായത് തുരങ്കപാത പദ്ധതി, അത് തന്നെ വളരെ അശാസ്ത്രീയവും ഒരിക്കലും അത് വരാൻ പാടില്ലാത്ത ഒരു ഭൂഭാഗത്തിലൂടെയാണ് അത് കടന്നു പോകുന്നതും വന്നതും. അതിന്റെ പണി തുടങ്ങിയപ്പോഴുണ്ടായിട്ടുള്ള ആദ്യത്തെ ചെറിയ രീതിയിലേ പണി തുടങ്ങിയിട്ടുള്ളൂ വയനാട് ഭാഗത്ത്. കോഴിക്കോട് ഭാഗത്തും അധികമായിട്ട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല. അതിന്റെ വയനാട് ഭാഗത്തുനിന്ന് കള്ളാടി ഭാഗത്തുനിന്നും പാറ തുറക്കാൻ വേണ്ടി ഉള്ള എത്താനുള്ള മണ്ണ് നീക്കി ഒരു സ്ഥലത്ത് ഡംപ് ചെയ്തപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത്. ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് നമ്മുടെ കൃഷിമന്ത്രി സിദ്ദീഖ് പറഞ്ഞത്, അയാൾ പറഞ്ഞ അർത്ഥത്തിൽ അത് ശരിയാണ്. അയാൾ ഉദ്ദേശിച്ചത് അവിടെ എടുത്ത മൺകൂനകൾ കൂട്ടിയിട്ടത് കൊണ്ട് മനുഷ്യനാണല്ലോ മൺകൂനകൾ അവിടെ കൂട്ടിയത്. അപ്പോ അത് വന്ന് ഒലിച്ചു പോയെന്നുള്ള അർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷെ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ നമ്മളും അതിനോട് യോജിക്കുന്നു. എങ്ങനെ യോജിക്കുന്നു? ഇത് ഈ പറയുന്ന മന്ത്രി അടക്കം കേരളത്തിലെ ഭരണകൂടം, പ്രത്യേകിച്ച് പോയ ഭരണകൂടം, അതിലെ ഉദ്യോഗസ്ഥർ, ജുഡീഷ്യറി ഉദ്യോഗസ്ഥ ആൾക്കാര്, രാഷ്ട്രീയക്കാര് തുടങ്ങിയുള്ള ആൾക്കാരെല്ലാം കൂടി ഉണ്ടാക്കിയുള്ളതായ മനുഷ്യരെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു ദുരന്തമാണിത്. ഈ ദുരന്തം സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഈ തുരങ്ക പദ്ധതിയുമായിട്ട് സംസ്ഥാന സർക്കാർ വന്ന നാൾ തൊട്ടേ പറയുന്നുണ്ട്. ഇങ്ങനൊരു പദ്ധതി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പരിസ്ഥിതി രംഗത്ത് താല്പര്യമുള്ള എക്സ്പേർട്സുമായിട്ട്, ശാസ്ത്രജ്ഞരുമായി, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്, പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം പരിചയമുള്ള വിദഗ്ധരുമായി ഒക്കെ തന്നെ ഞങ്ങൾ സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമഘട്ട മലനിരകളിലൂടെ, പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രദേശത്തൂടെ, ഇതൊരു കാമൽ ഹംപ് പർവ്വത നിരകൾ നമുക്ക് പറയാം, അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇത് പറയുന്നത്. അതായത് കഴിഞ്ഞ 2022 ഉരുൾപൊട്ടിയ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം നിൽക്കുന്ന വെള്ളരി മല മുതൽ അങ്ങ് മേപ്പാടിക്ക് അടുത്തുള്ള ചേമ്പ്ര മല വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പർവ്വതനിര, അത് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ്. അത് വളരെ സെൻസിറ്റീവാണ്. അത് വളരെ പരിസ്ഥിതി ലോലമായ ദുർബലമായ ഒരു പ്രദേശമാണ്. അവിടെ ചരിത്രാതീത കാലം മുതൽ തന്നെ കാട്ടിന്റെ ഉള്ളിലും മരഞ്ചരിവുകളിലും ചെറുതും വലുതുമായ നിരവധി മണ്ണൊലിപ്പുകളും ഉരുൾപൊട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. 60 കൊല്ലം മുമ്പ് ഈ മലവാരത്തിന്റെ വടക്കേ അറ്റത്ത്, അതായത് ചേമ്പ്ര, അവിടെ ഉരുൾപൊട്ടലുണ്ട്. അതൊന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. പഴമക്കാര് പറയുന്നത് കേട്ടത്. അവരെ തന്നെ പഴമക്കാരെ പലരും ഇപ്പൊ മരിച്ച് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നടന്നിട്ടുള്ളത് ഒരു ഉരുൾപൊട്ടല്. 3 പാടികൾ നമുക്കറിയാം. ബ്രിട്ടീഷ്
കാലത്തുള്ള ഒരു പാടിയിൽ ചുരുങ്ങിയ ഒരു 150 ആൾക്കാരുണ്ടാവും. 3 പാടികൾ ഒരു മനുഷ്യൻ പോലും അവശേഷിക്കാത്ത വിധത്തിൽ പൊട്ടിയൊലിച്ച് മണ്ണിന്റെ അടിയിൽ പോയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. 1984 എനിക്ക് തന്നെ അനുഭവം ഉള്ളതാണ്. ഈ മുണ്ടക്കൈ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഞാനും അന്ന് മാതൃഭൂമിയിലെ ജേർണലിസ്റ്റ് ആയിരുന്ന മരിച്ചുപോയ ജയേന്ദ്രനും കൂടിയാണ് ആദ്യമായിട്ട് അവിടെ എത്തുന്നത്. അന്ന് ഇന്നത്തെ മാതിരിയുള്ള ദുരന്ത നിവാരണോ കലക്ടർമാരോ അതല്ലെങ്കിൽ പോലീസുകാരോ ഒന്നും ഞങ്ങൾ പോയപ്പോൾ അവിടെ പോലീസുകാരുണ്ടായിരുന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാര്യമായ രക്ഷാപ്രവർത്തനവും നടന്നില്ല. ഏതായാലും അവിടെ നിന്ന് കാര്യമായ ചടങ്ങുകളൊന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് സർക്കാർ റെക്കോർഡ് ചെയ്തത് 18 ആൾക്കാരാണ്. ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഒരു 30-നും 40-നും ഇടയിൽ ആൾക്കാർ ആദിവാസികളാണ്, ഒക്കെ എത്നിക് ട്രൈബാണ് കാട്ടുനായ്ക്ക. അവര് മണ്ണിന്റെ അടിയിൽപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ പൂത്തുമലയിൽ ഉണ്ടായത് നിങ്ങൾക്കറിയാം, മുണ്ടക്കയിൽ വീണ്ടും ഉണ്ടായത് നിങ്ങൾക്കറിയാം. ഈ മരഞ്ചെരുവിന്റെ പടിഞ്ഞാറൻ ചെരുവില് പിന്നെ പാതാറ്, അതേപോലെ തന്നെ കവളപ്പാറ, അവിടൊക്കെ 100 കണക്കിന് ആൾക്കാരാണ് മരിച്ചതെന്നേ. അങ്ങനെ ഈ മലനിരകൾ തന്നെ വളരെ ദുർബലമായ ഒരു പ്രദേശമാണ്. ഇവിടെ വാസ്തവത്തില് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചും ഒക്കെ അത് റെഡ് സോണിൽ പെട്ട സ്ഥലമാണ്. എന്ന് മാത്രമല്ല, സ്റ്റേറ്റ് ഡിസാസ്റ്റർമെന്റ് അതോറിറ്റിയും DDMA-യും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അത് റെഡ് സോൺ ആയിട്ട് ഡിക്ലെയർ ചെയ്താണ്. ഒരു തൂമ്പ കൊണ്ട് അവിടെ കിടക്കാൻ പോലും അനുവാദമല്ല. അങ്ങനെയുള്ള പ്രദേശത്താണ് 8 കിലോമീറ്ററോളം. സാർ ഇപ്പൊ പറഞ്ഞതുപോലെ റെഡ് സോൺ ആണ് എന്നുള്ള കാര്യം അറിയാം. ആ ഒരു അറിവ് കൊണ്ട് തന്നെയാണോ ഈ തുരങ്കപാത തുടങ്ങിയത്? കാരണം ഈ തുരങ്കപാത തുടങ്ങുന്നതിന് മുമ്പ് പലതവണയായിട്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ തുരങ്കപാത പണിയണം എന്നുണ്ടെങ്കിൽ അതൊരു വികസനത്തിന്റെ പേരിൽ സർക്കാർ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിനെ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പഠനം നടത്താതെയാണോ? ഒട്ടും ശാസ്ത്രീയ പഠനം നടന്നിട്ടില്ല. അതായത് ആദ്യം തന്നെ ഈ തുരങ്കപാത ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതിനുശേഷം തുരങ്കപാതയ്ക്കുള്ളതായ ഏതാണ്ട് ഒരു സ്ഥലം കണ്ടെത്തി. അതിനുശേഷം പിന്നെ അവര് എന്താ വെച്ചാൽ ചില സ്റ്റേജ് 1 ക്ലിയറൻസ് എന്ന് പറഞ്ഞ ഒരു എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ക്ലിയറൻസ് കിട്ടണം. ആ ക്ലിയറൻസിന് വേണ്ടിയിട്ട് സംസ്ഥാന ദുരന്ത പിന്നെ ഒരു സമിതിയുണ്ട്. അതായത് പിന്നെ ഈ സ്റ്റേറ്റ് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയും, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് കമ്മിറ്റി. ആ കമ്മിറ്റി മുമ്പാകെ ഇതൊക്കെ കൊടുത്ത് അപേക്ഷ കൊടുത്തു. അതിലൊക്കെ അവർ ഉപയോഗിച്ചായ ഫ്രോഡായ വസ്തുതകൾക്ക് നേർക്കാത്ത കാര്യങ്ങളാണ്. ഒരു ശാസ്ത്രീയ പഠനമോ ഒരു വിദഗ്ധ പഠനമോ ഒരു മറ്റേതെങ്കിലും പഠനമോ അവിടെ നടന്നിട്ടില്ല. അത് പിന്നെ ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നത്, ഈ അനുമതി കൊടുക്കുന്നതിന് കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ് പിന്നെ പരിസ്ഥിതി ആഘാത സമിതി കൊടുത്തിട്ടുള്ള അനുമതി പത്രത്തിൽ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ദുർബലമായ ഭൂപരിസ്ഥിതിയുള്ള സ്ഥലമാണ്. ഇവിടെ നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. വർഷം തന്നെ 4-5ഓളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച ഒരു പരിപാടി നടത്തേണ്ടതാണെന്ന് പറഞ്ഞിട്ടും അത് നടത്തിയിട്ടില്ല. പക്ഷെ അത് നടത്താൻ വികസനം, എന്ത് വികസനം? വയനാടുകാരന്റെ വികസനം ഏതാണോ? വയനാട്ടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ 8 ലക്ഷത്തോളം ആൾക്കാരിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം ആദിവാസികളാണ്. അതുപോലെ തന്നെ ഒരു 4 ലക്ഷത്തോളം ആൾക്കാർ കർഷകരാണ്. 2 ലക്ഷത്തോളം തോട്ടം തൊഴിലാളികളാണ്. ഇവർക്ക് വേണ്ടാത്ത വികസനം ഇവിടുത്തെ ഒരു ചെറിയ വിഭാഗത്തിന്, അതായത് ടൂറിസം നടത്തുന്ന എലൈറ്റ് ആയിട്ടുള്ള കച്ചവടം നടത്തുന്ന വളരെ സംഘടിതമായ റിസോർട്ട് ഭൂമാഫിയക്ക് വേണ്ടിയുള്ളതായ വികസനമാണിത്. ആ വികസനത്തിന് വേണ്ടിയാണ്. അല്ലാതെ വയനാട്ടിലേക്ക് ഇവര് കുട്ടിഘോഷിക്കുന്നത് പോലെ വയനാട്ടിലേക്ക് ഒരു യാത്രാ ദുരിതം ഉണ്ട്. ചുരങ്ങളിൽ എല്ലാ ദിവസവും വാസ്തവത്തിൽ താമരശ്ശേരി ചുരത്തില് വലിയ ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട്. ആ ഗതാഗത തടസ്സത്തിന് പരിഹാരം ഈ തുരങ്കമല്ല. നമ്മുടെ ഇന്ത്യയിലെ കുതിരാൻ തുരങ്കം 3 കിലോമീറ്റർ കുതിരാൻ തുരങ്കം 25 കൊല്ലം എടുത്തിട്ടാണ് പൂർത്തിയായത്. അടൽ തുരങ്കം, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കം, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ ഉദ്ഘാടനം ചെയ്ത് 25 കൊല്ലത്തിന് ശേഷം ഇപ്പോഴുള്ള മോഡി ഗവൺമെന്റ്, മോഡിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതാരാണ് പണി നടത്തിയത്? ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ടെക്നോളജി കൈവശമുള്ള ഇന്ത്യൻ മിലിറ്ററിയാണ്.
പക്ഷേ വയനാട്ടിലെ ഈ തുരങ്കപാത നടത്തുന്ന ഈ ദിലീപ് കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തപ്പെട്ട ഒരു കമ്പനിയും കൂടിയാണ്. ആ കമ്പനി ഈ പണി നടത്തിയാൽ ചുരുങ്ങിയത് ഏറ്റവും അറ്റ്ലീസ്റ്റ് 10 കൊല്ലം കഴിയും. ഈ 10 കൊല്ലം ചുരത്തിലെ ഈ ട്രാഫിക് ജാം നിലനിൽക്കണമെന്നാണ് പറയുന്നത്. 2000 കോടി ഉറുപ്പ്യയിൽ 200 കോടി ഉറുപ്പ്യ ചെലവഴിച്ച് വയനാട്ടിലേക്കുള്ള 5 ചുരം റോഡുകൾ ബലപ്പെടുത്തിയാൽ വയനാടിന്റെ ഗതാഗത പ്രശ്നം പരിഹരിക്കും, വയനാടിന്റെ വികസനം വരും. വയനാട്ടിൽ വേണ്ട വികസനം, വയനാട്ടിൽ നിന്ന് മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യ വന്യജീവി സംഘർഷമാണ്. കർഷകരൊക്കെ അരക്ഷിതരാണ്. അവരുടെ ജീവന്, അവരുടെ പിന്നെ സ്വത്തിന്, കാർഷിക വിളകൾക്കൊന്നും ഒരു വിലയില്ല. അതൊക്കെ നശിപ്പിക്കപ്പെടുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ മുൻഗണന കൊടുക്കാതെ വയനാട്ടിലെ ആദിവാസികളുടെ സ്ഥിതി എന്താ നിങ്ങൾക്ക് അറിയാവൂ? ഒന്ന് പഠിക്കേണ്ടതാണ്. ആ ആദിവാസികളെ മെച്ചപ്പെടുത്താതെ തോട്ടം തൊഴിലാളികൾ ഇന്നും ലയങ്ങളിൽ താമസിക്കുന്ന, പരമ്പരാഗതമായി 100-300 കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർ അടിമകളായി കൊണ്ടുവന്നുള്ളവരുടെ അനന്തര തലമുറ ഒരു സെന്റ് ഭൂമി ഇല്ലാതെ അവിടെ ജീവിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വയനാടിന്റെ വികസനം 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 എന്ന് പറഞ്ഞ് വയനാട്ടിലെ ജനങ്ങളെ അഭിരമിപ്പിച്ച് വയനാട്ടിൽ ഒരു മാസ് ഹിസ്റ്ററി ഉണ്ടാക്കി, ഇതിന് അനുകൂലമായി ഒരു വികാരം ഉണ്ടാക്കി, ഇതിനെ എതിർക്കുന്നവർ മുഴുവനും വികസന വിരോധികളാണ്. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി, അതിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, അവരൊക്കെ വികസന വിരുദ്ധരാണ്. അതുകൊണ്ട് വികസനം വേണം എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റ് വളരെ ബോധപൂർവം എല്ലാ ഏജൻസികളെയും തെറ്റിദ്ധരിപ്പിച്ച് റെക്കോർഡ് വേഗതയിൽ വലിയ എന്താ പറയാ, നമുക്ക് സംശയാസ്പദമായ ഒരു വേഗതയിൽ ഉണ്ടാക്കിയെടുത്ത തട്ടിക്കൂട്ട് പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു വലിയ ദുരന്ത, വയനാടിന്റെ ദുരന്ത പദ്ധതിയാണ് കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്ക റോഡ്. ഈ ഒരു തുരങ്ക റോഡിന് അനുമതി കൊടുത്തത് സമയത്ത് ആരായിരുന്നു അവിടുത്തെ ഭരണം, അല്ലെങ്കിൽ ആരായിരുന്നു ഇതിന് അനുമതി കൊടുത്തത്? അനുമതി സംസ്ഥാന സർക്കാർ പ്രപ്പോസൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊങ്കൺ റെയിൽവേക്ക് കൊടുത്തു. കൊങ്കൺ റെയിൽവേ വേറെ ഏജൻസികൾക്ക് കൊടുത്തു. പിന്നെ ഏതാണ് കെൽട്രോൺ. ഇവരൊന്നും വലിയ വൈദഗ്ധ്യം ഇതിലില്ല. കൊങ്കൺ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ലൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വേറൊരു ട്രെയിനിലാണ്. അവരിതൊക്കെ കീഴ്കരാറ് കൊടുത്ത് അവര് DPR തയ്യാറാക്കി, അവര് തന്നെ അതിന്റെ പ്രപ്പോസലൊക്കെ സമർപ്പിച്ച് അതിനനുസരിച്ച് ദിലീപ് കമ്പനി ആദ്യമേ തെരഞ്ഞെടുത്ത്, ദിലീപ് കമ്പനി നമുക്കറിയാം കർണാടകയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തപ്പെട്ടതും ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നതായ ഭരണകക്ഷിയുടെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ടതും അവർക്ക് സ്പോൺസർ ചെയ്യപ്പെട്ടതുമായ ഒരു കമ്പനിയാണ്. അവരും കൂടി മുൻകൈ എടുത്ത് എല്ലാ ഏജൻസികളെയും ഇതിന് പിന്നെ പരിസ്ഥിതി അനുമതി കൊടുക്കേണ്ട എല്ലാ ഏജൻസികളെയും വിലക്ക് വാങ്ങി പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി DFOമാരുടെ നിന്നൊക്കെ നിർബന്ധിച്ചിട്ടാണ് പല റിപ്പോർട്ടുകളും അവർ തട്ടിയെടുത്തത്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണിത്. സർ, ഈ തുരങ്കത്തിന്റെ പണി ഒരുപക്ഷെ നിർത്താനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ തുരങ്കം പണി വീണ്ടും തുടങ്ങുകയാണെങ്കിൽ എത്രത്തോളമാണ് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾ നിർത്തിയേ പറ്റൂ. വെല്ലുവിളി കാരണം എന്താ വെച്ചാൽ ഇതിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുരങ്കത്തിന്റെ പണി തുടങ്ങിയിട്ടില്ല. തുരങ്കത്തിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ പരിസരം ഒന്ന് ഒരുക്കിയെടുക്കുകയാണ്. അതായത് തുരങ്കം നടത്തേണ്ടത് ഒരു വലിയ റോക്ക് സിസ്റ്റത്തില് ആ പാറ പൊട്ടിച്ചിട്ടാണ്. പാറ പൊട്ടിക്കുന്നതിനെ പറ്റി പാറ വിദഗ്ധരോ ഹൈഡ്രോളജിസ്റ്റുകളോ ജിയോളജിസ്റ്റുകളോ ഭൗമശാസ്ത്രജ്ഞന്മാരോ ഒന്നും ഒരു പഠനവും നടത്തിയിട്ടില്ല. അവർക്കൊന്നും ഇതിനെ പറ്റി ഒരു ചുക്കും അറിയേയില്ല. കമ്പനി തോന്നുന്ന മാതിരി അങ്ങനെ നടത്തുന്നു അവർ എഞ്ചിനീയർമാര്. അപ്പൊ അവരിപ്പം പാറന്റെ അടുത്തേക്ക് എത്താൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. എത്തുന്നതിന്റെ ഒരു 15 മീറ്റർ ഇപ്പുറം വെച്ചിട്ടാണ് മണ്ണ് കട്ട് ചെയ്ത് നിർത്തിയത്. മഴ പെയ്തപ്പോ അവിടെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇനിയും ഒരു പണി തുടങ്ങുകയാണെങ്കിൽ അവിടുന്ന് 15 മീറ്ററും കൂടി മണ്ണ് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിന്റെ ഉത്തുംഗമായ മലവാരങ്ങളിൽ വൻതോതിലുള്ളതായ മണ്ണൊലിപ്പും ഉരുൾപൊട്ടലും ഇനിയും ഉണ്ടാകും. ഈ മണ്ണൊക്കെ കൂടി എവിടെ ഒരു സ്ഥലത്ത് ഡംപ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞ് പാറ തുറക്കാൻ തുടങ്ങണം. ഇത്രയാവുമ്പോഴേക്കും വലിയ പ്രകമ്പനം. നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, ഈ അനുമതി പത്രികയിലെ ആദ്യത്തെ നിബന്ധന ഇത് ഈ റോക്ക് ബ്ലാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ്, സ്ഫോടനം നടത്താൻ പാടില്ല എന്നാണ്. ഇത് ഉദ്ഘാടനം ചെയ്ത പിണറായി വിജയൻ ഒരു സ്വിച്ച് ഞെക്കി ബോംബ് പൊട്ടിച്ചിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എല്ലാ വിഷ്വൽ മീഡിയാസിനും
പ്രിന്റ് മീഡിയയിലും അതിന്റെ ചിത്രങ്ങൾ അതെ വന്നിട്ടുണ്ട്. അപ്പൊ ലംഘനങ്ങളുടെ ഇപ്പം ഇതിന് അനുമതി കൊടുത്ത ആൾക്കാര് നിർവാഹമില്ലാതെ വെച്ചിട്ടുള്ള കുറെ ഉപാധികളുടെ നിരന്തരമായ ലംഘനം, ഒന്നൊന്നില്ലാതെ ലംഘനം നടത്തിക്കൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. ഈ പദ്ധതി മുന്നോട്ട് പോകാൻ ഈ അവസ്ഥയിൽ സാധ്യമല്ല. അത് പിന്നെ വലിയ ദുരന്തങ്ങൾ, വലിയ 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 ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാവും. പ്രകൃതിയുടെ ഒരു ചെറിയ അതെ താക്കീത് അതായത് ഇപ്പം മാത്രമാണിത്. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരാനിരിക്കുന്നത് നമ്മൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അതിഭീകരമായ ദുരന്തങ്ങളുടെ കഥകളായിരിക്കും, വാർത്തകളായിരിക്കും.